ആലപ്പുഴയിലെ മനോഹരമായ കായലുകളുടെ നടുവിലായിരുന്നു അഭിരാമിന്റെ ജീവിതം. ചെറുപ്പം മുതൽ അവൻ വള്ളം ചവിട്ടാനും കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഇഷ്ടപ്പെട്ടിരുന്നു. കായലിന്റെ ശാന്തത അവന്റെ മനസ്സിനും ഒരു ശാന്തത തന്നെയായിരുന്നു. അഭിരാം ഒരു ടൂറിസ്റ്റ് ഗൈഡായിരുന്നു. കേരളത്തിന്റെ സൗന്ദര്യം കാണാൻ വരുന്ന ആളുകളെ കായലിലൂടെ യാത്ര ചെയ്യിക്കുകയായിരുന്നു അവന്റെ ജോലി. ഒരു ദിവസം രാവിലെ മൂടൽമഞ്ഞ് നിറഞ്ഞ സമയത്ത് അവന്റെ ജീവിതം മാറിമറിഞ്ഞു. ഒരു യുവതി അവന്റെ വള്ളത്തിലേക്ക് കയറി. വെളുത്ത ചുരിദാർ, കയ്യിൽ ഒരു ഡയറി, മുഖത്ത് ഒരു നിശബ്ദ പുഞ്ചിരി. അവളുടെ പേര് ഗൗരി. കൊച്ചിയിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരി. ഒരു പുതിയ നോവലിനായി പ്രചോദനം തേടിയാണ് അവൾ ആലപ്പുഴയിലെത്തിയത്. യാത്ര ആരംഭിച്ചു. കായലിന്റെ വെള്ളം ശാന്തമായി ഒഴുകി. പക്ഷികൾ ആകാശത്ത് പറന്നു. ഗൗരി എല്ലാം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. ഇവിടത്തെ പ്രഭാതങ്ങൾ സ്വപ്നം പോലെയാണ്, അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്തത്. അഭിരാം ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ആ ദിവസം അവർ മണിക്കൂറുകളോളം സംസാരിച്ചു. ഗൗരി കഥകളെക്കുറിച്ച് സംസാരിച്ചു. അഭിരാം ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു. വിട പറയുമ്പോൾ ഗൗരി പറഞ്ഞു, നാളെ വീണ്ടും വരാം. അടുത്ത ദിവസവും അവൾ വന്നു. പിന്നെയും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഗൗരിക്ക് കായലുകളെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അഭിരാമിന്റെ സാന്നിധ്യമായിരുന്നു. അഭിരാമിനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ദിവസം ഗൗരി തന്റെ ഡയറി അവനെ കാണിച്ചു. അതിൽ അവൾ എഴുതിയ കഥയുടെ പ്രധാന കഥാപാത്രം ഒരു വള്ളക്കാരനായിരുന്നു. ഇത് എന്നെ പോലെയാണല്ലോ, അഭിരാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, ഗൗരി പറഞ്ഞു. നിന്നെക്കാൾ കുറച്ച് നല്ല ആളാണ്. ഇരുവരും പൊട്ടിച്ചിരിച്ചു. അങ്ങനെ അവരുടെ സൗഹൃദം വളർന്നു. പ്രണയവും. പക്ഷേ ആരും അത് തുറന്നു പറഞ്ഞില്ല. ഒരു വൈകുന്നേരം അവർ കായലിന്റെ നടുവിൽ വള്ളത്തിൽ ഇരിക്കുകയായിരുന്നു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. ആകാശം ഓറഞ്ച് നിറത്തിൽ തിളങ്ങി. നിനക്ക് ഒരിക്കലും പ്രണയം തോന്നിയിട്ടുണ്ടോ? ഗൗരി ചോദിച്ചു. അഭിരാം അവളെ നോക്കി. ഇപ്പോൾ തോന്നുന്നുണ്ട്. ഗൗരിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. ആ രാത്രി ഇരുവർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഇരുവരുടെയും മനസ്സിൽ ഒരേ വികാരമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗൗരിക്ക് തിരികെ പോകേണ്ട ദിവസം എത്തി. അവളുടെ നോവൽ പൂർത്തിയായിരുന്നു. അവധിയും അവസാനിച്ചിരുന്നു. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഇരുവരുടെയും കണ്ണുകളിൽ വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നു, അവൾ ചോദിച്ചു. അഭിരാം ചെറുതായി ചിരിച്ചു. ഈ കായലിനെ മറക്കാൻ കഴിയുമെങ്കിൽ നിന്നെയും മറക്കാം. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ബസ് പുറപ്പെട്ടു. അവൾ ജാലകത്തിലൂടെ കൈവീശി. അഭിരാം അവിടെ തന്നെ നിന്നു. അവൾ കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ. അതിനുശേഷം മാസങ്ങൾ കടന്നുപോയി. ഗൗരി തന്റെ നോവൽ പ്രസിദ്ധീകരിച്ചു. അത് വലിയ വിജയമായി. പക്ഷേ വിജയത്തിനിടയിലും അവളുടെ മനസ്സിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. അഭിരാമിന്റെ അഭാവം. ഒരു ദിവസം അവൾ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ആലപ്പുഴയിൽ എത്തി. പരിപാടി കഴിഞ്ഞ ഉടൻ അവൾ കായലിന്റെ കരയിലേക്ക് പോയി. അവൾ ആദ്യമായി അഭിരാമിനെ കണ്ട സ്ഥലം. അവിടെ അവൻ ഉണ്ടായിരുന്നു. അതേ പുഞ്ചിരിയോടെ, അതേ കണ്ണുകളോടെ. നീ തിരിച്ചുവന്നല്ലോ, അഭിരാം പറഞ്ഞു. ഗൗരിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ ഒരുമിച്ച് കായലിന്റെ കരയിൽ നടന്നു. വർഷങ്ങളായി പറയാതെ വെച്ച കാര്യങ്ങൾ പങ്കുവച്ചു. അവസാനം ഗൗരി നിർത്തി. അഭിരാം. ഹും. എന്റെ നോവലിന്റെ അവസാന അധ്യായം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അവൻ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട്? അവൾ പുഞ്ചിരിച്ചു. കാരണം അതിന്റെ അവസാനം നീ എഴുതണം. അഭിരാം അവളുടെ കൈ പിടിച്ചു. അപ്പോൾ ഞാൻ എഴുതാം. എന്താണ് എഴുതുക? ഗൗരി ചോദിച്ചു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഗൗരിയുടെ കണ്ണുനീർ കവിളിലൂടെ ഒഴുകി. പക്ഷേ അത് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. ഞാനും നിന്നെ സ്നേഹിക്കുന്നു, അവൾ പറഞ്ഞു. ആ നിമിഷം കായലിലെ കാറ്റ് കൂടുതൽ മധുരമായി തോന്നി.
വെള്ളം കൂടുതൽ ശാന്തമായി. സൂര്യൻ കൂടുതൽ മനോഹരമായി. ഒരു വർഷത്തിനു ശേഷം അവരുടെ വിവാഹം നടന്നു. വിവാഹശേഷം ഗൗരി മറ്റൊരു നോവൽ എഴുതാൻ തുടങ്ങി. ആ നോവലിന്റെ പേര് കായലിന്റെ കരയിൽ എഴുതപ്പെട്ട പ്രണയം. അതിന്റെ ആദ്യ പേജിൽ അവൾ ഒരു വരി എഴുതി: എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥ ഞാൻ എഴുതിയതല്ല, ഞാൻ ജീവിച്ചതാണ്. ആ കഥയുടെ നായകൻ അഭിരാമായിരുന്നു. ആ കഥയുടെ നായിക ഗൗരിയും. അവരുടെ പ്രണയം കായലിന്റെ വെള്ളം പോലെ ശാന്തമായിരുന്നു. പക്ഷേ അതിന്റെ ആഴം അളക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സാധാരണ വള്ളയാത്രയിൽ ആരംഭിച്ച അവരുടെ പ്രണയം ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന മനോഹരമായ ഒരു കഥയായി മാറി.